2023 രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ പോയി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ പത്രസ്വാതന്ത്ര്യം ലോകത്തെമ്പാടും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തിന് വിമർശനം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെതിരെ, ഒരു സീരിയലായിട്ടുള്ള ഒരു പ്രെഡേറ്ററിനെതിരെ യുവതികൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ ആക്രമണം നടത്തുന്നതിലൂടെ എന്തുതരം പത്രസ്വാതന്ത്ര്യമാണ് രാഹുൽ ഗാന്ധിയുടെ സംഘടനയുടെ യുവജന വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. ഇന്നിപ്പോൾ ഇത് BJP ഹാൻഡിലുകൾക്ക് ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ പാർലമെന്റിൽ സ്വാഭാവികമായും BJP ഈ ചോദ്യം ഉന്നയിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ തലകുനിച്ചു നിൽക്കേണ്ടി വരും പാർലമെന്റിൽ രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സംഘടനാ ചുമതലയുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. VD സതീശൻ ഇന്നിപ്പോൾ ദുബായിലാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഏറ്റവും ദുർബലനായ ഒരു KPCC അധ്യക്ഷനായി മാറുന്നു. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും ഈ വിഷയത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ഷാഫി പറമ്പിലും സംഘവും ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുകയും മുതിർന്ന നേതാക്കളെതിരെ മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഷാഫി പറമ്പിൽ ഇന്ന് ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഈ ആക്രമണം നടത്തിയവർക്കും അവരുടെ സംഘാംഗങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വലിയ വരവേൽപ്പ് എന്ന മട്ടിലൊരു പ്രതിഷേധവും നമ്മൾ കണ്ടു. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതൃത്വമുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് നമ്മളാരുമല്ലല്ലോ, ശശി തരൂരല്ലേ. ആ KPCC പ്രസിഡന്റ് സുധാകരൻ പോയതിനു ശേഷം കോൺഗ്രസ് തിരികെ വരുമെന്ന് കരുതിയെ നമുക്ക് പിഴയ്ക്കുകയാണോ? യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൽ ഇല്ലാതെ പോയതാണോ? വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഞാനുമായിട്ടത് ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ മഹിളാ കോൺഗ്രസിന്റെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി. കാരണം ഇവരുടെയൊക്കെ മുഖം എന്നേക്കുമായിട്ട് ഇങ്ങനെ പതിഞ്ഞു കിടക്കും. സ്വന്തം പാർട്ടി അനുഭാവമുള്ള നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കെതിരെ, എന്തിനേറെ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയ്ക്ക് പോലും ഭയമുള്ള ഒരു സീരിയൽ പ്രെഡേറ്ററെ പ്രതിരോധിക്കാൻ വേണ്ടി മാധ്യമ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയവരെ വനിതാ കോൺഗ്രസിലെ തന്നെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിലെ തന്നെ അംഗങ്ങൾ ഇറങ്ങി പ്രതിരോധിക്കുന്ന കൗതുകകരമായ ഒരു കാഴ്ച അതെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ മുഖം എന്നേക്കുമായിട്ടുണ്ടാകും. ഇവർ നാളുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഒരൊറ്റ ചോദ്യമേ പ്രതിപക്ഷം ചോദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ആണോ പുറത്തിറങ്ങിയത്, അതോ അവർക്ക് വേണ്ടി അവരെ നിരന്തരം പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ തെരുവിൽ സമരം ചെയ്തവരല്ലേ എന്ന ചോദ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ വനിതാ പ്രവർത്തകർ മാറി നിൽക്കുക? എങ്ങനെയാണ് ഈ യുവജന സംഘടനകൾ മാറി നിൽക്കുക? അതുകൊണ്ടാണ് ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കളത്തിലേക്ക് ഇറക്കി വിട്ട് ബാക്കി നേതാക്കൾ അണിയറയിലാണ്. കാരണം പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ഈ നാടകം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. ഇത് KPCCയുടെ തീരുമാനമാണ്. സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആ മറുപടിയാണ് കേരളം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം പ്രതിരോധത്തിലായൊരു ദിനം കൂടിയാണ്.